മഴക്കാലം തവളകളുടെയും കൂടി കാലമാണ്. രാത്രി കാലങ്ങളിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് നമ്മുടെ വീടിന് വെളിയിൽ നിന്നും പറമ്പിൽ നിന്നുമൊക്കെ കുറേ തവളകൾ സൗണ്ട് ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ യുണീക്കായിട്ടുള്ള കുറേ തവളകളുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഗ്ലൈഡിംഗ് ഫ്രോഗ്സ് അഥവാ പറക്കും തവളകൾ എന്ന് പറഞ്ഞ 4 സ്പീഷീസ് തവളകളുണ്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആ തവളകളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. ഇന്ന് ഞാൻ കാട്ടിലെ കഥകളും അനുഭവങ്ങളും പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് പറക്കും തവളകളെക്കുറിച്ച് അല്ലെങ്കിൽ ഗ്ലൈഡിംഗ് ഫ്രോഗുകളെ കുറിച്ചാണ്. നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നമുക്ക് 4 സ്പീഷീസ് ഗ്ലൈഡിംഗ് ഫ്രോഗ്സ് ഉണ്ട്. ഇത് റാക്കോഫോറിഡേ എന്ന് പറഞ്ഞൊരു ഫാമിലിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റാക്കോഫോറിഡേ എന്ന് പറഞ്ഞാൽ മരത്തവളകളാണ്. ട്രീ ഫ്രോഗ്സ് എന്ന് പറയും, മരത്തവളകൾ. അതിൽ 4 സ്പീഷീസ് ഉണ്ട്. മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ്, കലക്കാട് ഗ്ലൈഡിംഗ് ഫ്രോഗ്, ആനമലൈ ഗ്ലൈഡിംഗ് ഫ്രോഗ്, പിന്നെ വിങ്ഡ് ഗ്ലൈഡിംഗ് ഫ്രോഗ് അല്ലെങ്കിൽ സ്മോൾ ഗ്ലൈഡിംഗ് ഫ്രോഗ് എന്ന് പറയുന്ന 4 സ്പീഷീസ് തവളകളാണുള്ളത്. അപ്പോൾ ഈ ഗ്ലൈഡിംഗ് ഫ്രോഗ് അല്ലെങ്കിൽ പറക്കും തവളകളെന്ന് പേര് വരാൻ കാര്യം എന്താണ്? അപ്പോൾ നമ്മൾ ഓർക്കും ഈ പക്ഷികളൊക്കെ പറക്കുന്ന പോലെ അല്ലെങ്കിൽ വവ്വാൽ പറക്കുന്ന പോലുള്ള പറക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് ആദ്യം വരുന്നത്. ഇതിന് ആക്ച്വലി അങ്ങനെ പറക്കാനുള്ള കഴിവില്ല. ഇതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഈ പറക്കും തവളകൾ മരത്തിന് മണ്ടയ്ക്കാണ് ജീവിക്കുന്നത്. മരത്തിന് മണ്ടയ്ക്കൊന്നും ഇവർക്ക് താഴോട്ടൊക്കെ വരാനായിട്ടും വേറെ ചെടികളിലോട്ട് മാറാനായിട്ട് ഇവർ മരത്തിന് മണ്ടയ്ക്കൊന്ന് ചാടിയിട്ട് ഇവരുടെ ഈ വിരലുകളുടെ ഇടയ്ക്ക് നല്ല വെബായിട്ടുള്ള ഫീറ്റ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ വിടർത്തി കഴിയുമ്പോഴത്തേക്കിന് അവർക്ക് നല്ല രീതിയിൽ ഗ്ലൈഡ് ചെയ്യാൻ പറ്റും. ഈ പാരച്ചൂട്ടിലൊക്കെ ആൾക്കാർ കണ്ടിട്ടില്ല, പാരച്ചൂട്ട് തുറന്നിട്ട് മേളിൽ നിന്ന് താഴോട്ട് പാരച്ചൂട്ടിൽ പറന്നിറങ്ങുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഗ്ലൈഡിംഗ് ഫ്രോഗ്സ് ഒക്കെ മരത്തിൻ്റെ മണ്ടയ്ക്കൊന്ന് താഴോട്ടുള്ള മരത്തിലോട്ടൊക്കെ ഗ്ലൈഡ് ചെയ്തിറങ്ങുന്നത് കൊണ്ടാണ് ഇവർക്ക് ഗ്ലൈഡിംഗ് ഫ്രോഗ്സ് എന്ന് പേര് വരാൻ കാര്യം. അപ്പോൾ ഗ്ലൈഡിംഗ് ഫ്രോഗ്സിൽ ഒന്നാമത്തെ തവള എന്ന് പറഞ്ഞാൽ മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ് അഥവാ പച്ചിലപ്പാറാൻ എന്ന് മലയാളത്തിൽ നല്ല രസകരമായിട്ടുള്ളൊരു പേരുണ്ട് ഇതിന്. ഇത് അങ്ങ് തിരുവനന്തപുരം മുതൽ ബോംബെ വരെയുള്ള സ്ഥലത്ത് ഇതിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നല്ല പച്ച കളറാണ് ഇത്. അതിൻ്റെ വിരലിനൊക്കെ ഫീറ്റിനൊക്കെ നല്ല റെഡ് കളറിലിരിക്കും. പകൽ സമയത്തൊന്നും ഈ തവളകളൊന്നും കാണാൻ പറ്റത്തില്ല. തവളകളെല്ലാം ആക്റ്റീവ് ആകുന്ന രാത്രി കാലങ്ങളിലാണ്. അപ്പോൾ രാത്രി കാലങ്ങളിൽ എവിടെ നമുക്കിതിനെ സാധാരണ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള വാട്ടർ പൂളുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുളങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇതിനെ കാണാൻ പറ്റുന്നത്. ഇതിനെ ഒരിക്കലും ഒരു റണ്ണിങ് ആയിട്ടുള്ള ഒരു സ്ട്രീമിലൊന്നും ഒരിക്കലും ഇത് പോയി മുട്ടയിടാറില്ല. പിന്നെ പകൽ സമയങ്ങളിൽ ഇവർ ഒളിച്ചിരിക്കാറുണ്ട്. ഈ സാധാരണ ഈ പച്ചിലപ്പാറാൻ തവളകളെ കാണുന്ന സ്ഥലത്ത് അടുത്തുള്ള കാപ്പികളിലോ അതിലുള്ള മരത്തിലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇലയുടെ അടിയിലൊക്കെ ഇവരിന്ന് ഉറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. എക്സ്പെർട്ടായിട്ടുള്ള ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നവർക്ക് ഇത് കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വളരെ പാടാണ് ഇതിനെ കണ്ടുപിടിക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ മുട്ടയിടുന്നതാണ്. രാത്രിയാകുന്ന സമയത്ത് ഈ ചെറിയ പോണ്ട് ഈ കുളങ്ങളുടെ അടുത്തൊക്കെ നിങ്ങൾക്ക് ചില സമയത്ത് 8ഉം 10ഉം ചിലപ്പം 30-40 ഉള്ള ഈ പച്ചിലപ്പാറാൻ്റെ കൂട്ടങ്ങളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ കാണാൻ പറ്റും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവരൊക്കെ ഇങ്ങനെ സൗണ്ട് ചെയ്ത് വിളിച്ചുകൊണ്ടിരിക്കുന്ന കണക്കുകൂടുമോ എന്ന് പറഞ്ഞിട്ട് സൗണ്ടുകളൊക്കെ വെച്ചുകൊണ്ടിരിക്കും. അടുത്ത് വേറെ തവളകളുടെയൊക്കെ സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഓരോ ബ്രാഞ്ചിലും ഓരോ തവളകളൊക്കെ ഇരിപ്പുണ്ടായിരിക്കും. ആ സമയത്ത് ആൺതവളകളായിരിക്കും കൂടുതലുള്ളത്. അപ്പോൾ എല്ലാ ഗ്ലൈഡിംഗ് ഫ്രോഗ്സിൻ്റെയും ബാക്കിയുള്ള തവളകളെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ആൺതവളകളാണ് എണ്ണത്തിൽ കൂടുതലുള്ളത്. പെൺതവളകൾക്ക് സാധാരണ വലിപ്പം കൂടുതലായിരിക്കും. അവർ മുട്ടയിടാനുള്ള സമയത്ത് മാത്രമേ അവർ ഈ പോണ്ടിൻ്റെ അടുത്തോട്ട് വരാറുള്ളൂ. പൊതുവെ തവളകൾ വിളിക്കുന്ന അല്ലെ സൗണ്ട് ഉണ്ടാക്കുന്ന അവർ വോക്കൽ സാക്ക് വെച്ചിട്ടാണ്. വോക്കൽ സാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കഴുത്തിലായിട്ട് ബലൂൺ പോലൊരു സാധനം ഇങ്ങനെ വീർത്ത് വരും. അത് വെച്ചിട്ട് സൗണ്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കിന് ഈ സൗണ്ട് നല്ല ലൗഡായിട്ട് കേൾക്കാൻ പറ്റും, നല്ല ആംപ്ലിഫൈ ചെയ്തിട്ട് കേൾക്കാൻ പറ്റും. നമ്മളൊരു സ്പീക്കറൊക്കെ വെച്ചിട്ട് സൗണ്ട് ലൗഡായിട്ട് കേൾപ്പിക്കുന്നെന്ന് പറഞ്ഞ പോലത്തെ ഒരു ടെക്നിക്കാണ് അവിടെ അവർ യൂസ് ചെയ്യുന്നത്. ആൺതവളകൾ മാത്രമാണ് ഇവർക്ക് സൗണ്ട് ഉണ്ടാക്കാനുള്ള കഴിവുള്ളത്. പെൺതവളകൾ സാധാരണ സൗണ്ട് ഉണ്ടാക്കാറില്ല. എന്നിരുന്നാലും ചില തവളകളുടെ പെൺതവളകൾ സൗണ്ട് ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ നാട്ടിലുള്ള പാതാളത്തവളകളുടെ പെൺതവളകൾ സൗണ്ട് ഉണ്ടാക്കുന്നതായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സാധാരണയായിട്ട് ആൺതവളകളെയാണ് ഈ പോണ്ടിനടുത്ത് കാണാറുള്ളത്. മുട്ടയിടാൻ റെഡിയാകുന്ന സമയത്താണ് പെൺതവളകൾ വേറെ മരത്തിൽ നിന്നൊക്കെ ആയിരിക്കും അപ്രോച്ച് ചെയ്ത് പതിയെ ഈ കുളത്തിനടുത്തോട്ടൊക്കെ ഇവരെത്താറുള്ളത്. അപ്പം ഫീമെയിൽ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ഈ ആൺതവളകളുടെയൊക്കെ സൗണ്ട് ഭയങ്കരമായിട്ട് കൂടും, ഭയങ്കര ആക്റ്റീവായിട്ട് വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. പിന്നെ അത് കഴിയുമ്പം ഈ ആൺതവള പെൺതവളകളുടെ പുറത്ത് കയറി ഇരുന്നിട്ടാണ് മീറ്റിംഗ് തുടങ്ങുന്നത്. മീറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടിട്ടുള്ളത്, കുറേയേറെ ആൺതവളകൾ കാണും. ചില സമയത്ത് ഒരു ആൺതവളയ്ക്ക് ഇത് മേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം ലഭിക്കുള്ളൂ. പക്ഷേ കുറേയേറെ ആൺതവളകൾ ഒരുമിച്ച് കൂടി നിന്ന് 5ഉം 6ഉം ചിലപ്പോൾ 8ഉം 10ഉം ഒക്കെ ആൺതവളകൾ ഒരുമിച്ച് ഈ ഫിമെയിലിൻ്റെ പുറത്ത് കയറിയിരിക്കാനായിട്ട് ശ്രമം നടത്താറുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് കുറേ രസകരമായിട്ടുള്ള വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട്. മീറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു മെയിൽ വന്നിട്ട് ഫിമെയിലിൻ്റെ പുറത്ത് മൗണ്ട് ചെയ്തിങ്ങനെ ഇരിക്കും. അപ്പം പിന്നെ ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോണ്ടിന് ആ കുളത്തിന് തൊട്ട് മുകളിലായിട്ട് കുറേയേറെ ഇലകൾ ഇങ്ങനെ ചാഞ്ഞ് നിൽപ്പുണ്ടാകും. വേറെ മരത്തിൻ്റെയും കാപ്പിയുടെയൊക്കെ ബാക്കിയുള്ള ഇലകളൊക്കെ ഇങ്ങനെ ചാഞ്ഞ് നിൽപ്പുണ്ടായിരിക്കും. അപ്പോൾ ഒരു ഫിമെയിൽ ആ മേളിലോട്ട് കയറിയിട്ട് ഒരു ഇല സെലക്ട് ചെയ്യും. ഏതെങ്കിലും ഒരു വലിയ ബ്രോഡായിട്ടുള്ളൊരു സെലക്ട് ചെയ്തിട്ട് അതിൽ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ ബ്രീഡിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ മുട്ടയിട്ട് തുടങ്ങും. മുട്ടയിട്ട് തുടങ്ങുമ്പോഴത്തേക്കിന് മുട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളക്കടലുള്ള മുട്ടയാണ്. അതൊരു ഫോമിനകത്ത് ഇങ്ങനെ പത പോലിരിക്കുന്ന വെള്ള ഫോമിനകത്താണ് ഈ മുട്ടകളിരിക്കുന്നത്. അപ്പം ഫിമെയിൽ മുട്ടയിടുന്ന സമയത്ത് തന്നെ ആ ഫിമെയിലിൻ്റെ മേളിലൊരു ആൺതവള ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ ആൺതവള
സ്പേം ഇതിൻ്റെ പുറത്തോട്ട് റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇതിന് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പം ഇത് കുറേ നേരം ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നൊരു അരമണിക്കൂറോളം ഈ ഫീമെയിൽ ഇങ്ങനെ മുട്ടയിട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറേ വലിയൊരു ഫോം നെസ്റ്റ് അവിടെ ഉണ്ടാകും. ഇതുണ്ടായി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ഈ മെയിൽ ഈ ഫിമെയിലിൻ്റെ പുറത്തുനിന്ന് വിട്ട് മാറി നിൽക്കും. പിന്നെ കാണുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങൾക്കത് കുറേ പ്രാവശ്യം ഇത് കാണാൻ പറ്റിയിട്ടുണ്ട്. ഫിമെയിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, ഒരേ ഇല ഇങ്ങനെ താഴോട്ട് വീണ് കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ വേറെ 1-2 ഇലയുള്ളപ്പോഴത്തേക്കിന് ഈ ഫിമെയിൽ പോയിട്ട് അവിടുന്ന് ഒരു ഇല പിടിച്ചിട്ട് തിരിച്ച് കൊണ്ടുവന്നിട്ട് അടുപ്പിച്ച് ഈ രണ്ടാമത്തെ ഇലയുടെ ഈ ഫോം നെസ്റ്റ് ഉള്ള ഇലയുടെ അടുത്ത് ഒട്ടിച്ചു വെക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് 2-3 ഇലയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഈ ഫോം നെസ്റ്റ് ആക്ച്വലി ഈ ഫോം ഈ 3-4 ഇലയ്ക്കകത്തായിരിക്കും ഇങ്ങനെ ഇരിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കിന് ഈ സാധാരണ മഴയുള്ള സമയത്താണ് ഇവർ മുട്ടയിടുന്നത്. 2-3 ദിവസം അല്ലെ കുറച്ച് ദിവസങ്ങൾ കഴിയുന്ന സമയത്ത് മഴ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മുട്ട പൊട്ടിയിട്ട് ടാഡ്പോൾ വാലുമാക്രി നേരെ വെള്ളത്തിലോട്ട് വീഴും. അപ്പോൾ ഈ വെള്ളത്തിലോട്ട് വീഴുന്ന ഈ വാലുമാക്രികൾ ആഴ്ചകളോളം അല്ല മാസങ്ങളോളം ഈ വെള്ളത്തിൽ തന്നെ കഴിയും, ഈ കുളത്തിൽ തന്നെ. അത് കഴിയുമ്പോഴത്തേക്കാണ് വാലുമാക്രി പതിയെ വാലുള്ള ഒരു നീളത്തിൽ അതിന് കാലുകളൊക്കെ വെച്ച് തുടങ്ങും. എന്നിട്ട് പതിയെ ഇവർ വെള്ളത്തിന് വെളിയിലോട്ട് വരും. അങ്ങനെയുള്ളതിനെയൊക്കെ ഫ്രോഗ്ലെറ്റ് എന്ന് വിളിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ തവള കൈയും കാലും ഒക്കെ, പക്ഷേ വാലുകളുള്ള ആ കുഞ്ഞുങ്ങളെ കാണാൻ ഭയങ്കര രസമാണ്. ഫ്രോഗ്ലെറ്റിനെയും വാലില്ലാത്ത ചെറിയ കുഞ്ഞുങ്ങളെയും ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്. നല്ല പച്ചക്കളറിലുള്ള കറുത്ത ഡോട്ടുകൾ അതിൻ്റെ ദേഹം മൊത്തം കാണും. അപ്പം ഈ പച്ചിലപ്പാറാൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ വളരെ രസകരമാണ്. ഈ വാൽമാക്രികളുടെ ഭക്ഷണം എന്ന് പറയുന്നത് ആൽഗകളാണ്. ചെറുതായിരിക്കുന്ന സമയത്ത് ഇവർ ആൽഗകളാണ് കൂടുതലായിട്ട് തിന്നുന്നത്. ഇച്ചിരി വലിപ്പം വെക്കുന്ന സമയത്ത് മറ്റുള്ള ചെറിയ ചെറിയ ജീവികളെയും കൊതുകിൻ്റെ കൂത്താടികളെയൊക്കെ നിങ്ങൾ തിന്നാറുണ്ട്. അപ്പം നിങ്ങൾ ഇതിനെ എവിടെയെങ്കിലും വെച്ച് ചെറിയ കുളത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ വാട്ടർ ടാങ്കിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അത്ര പ്രശ്നക്കാരായിട്ടുള്ള ജീവികളല്ല ഇത്. പച്ചിലപ്പാറാൻ നമ്മുടെ നാട്ടിൽ അത്ര അപൂർവമല്ലാത്തൊരു തവളയാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പത്രത്തിൽ വാർത്തകളും അല്ലെങ്കിൽ ടി വിയിലൊക്കെ വാർത്തകൾ കാണാറുണ്ട്. കേരളത്തിൽ അത്യപൂർവമായിട്ടുള്ള ഒരു തവളെ കണ്ടെത്തി, പച്ച കളറും ചുവപ്പ് കാലും, ഓസ്ട്രേലിയയിൽ മാത്രം കാണുന്ന ഒരു തവളയാണ്, അല്ലെങ്കിൽ മലേഷ്യയിൽ മാത്രം കാണുന്ന തവളയാണ് എന്നുള്ള വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. പത്രത്തിൽ ന്യൂസ് കട്ടിംഗ് ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അപ്പം ഇതൊരു അപൂർവമായ തവളയല്ല. നമ്മുടെ നാട്ടിൽ പുറത്തൊക്കെ കാണാൻ പറ്റും ഇതിന്. പ്രത്യേകിച്ച് മരങ്ങളൊക്കെ കൂടുതലായിട്ട് വളർന്നു നിൽക്കുന്ന സ്ഥലങ്ങളിലും കാവുകളിലുമൊക്കെ ഈ തവളകളെ നമുക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റും. അപ്പം കേരളത്തിലെ ഒരു തിരുവനന്തപുരം മുതൽ ഇങ്ങേ അറ്റം വരെ നമുക്ക് ഈ തവളകളെ കാണാൻ പറ്റും. ഏകദേശം 900 മീറ്റർ ഉയരം വരെ ഇതിനെ കാണാൻ പറ്റും. വയനാട്ടിലൊക്കെ വളരെ സാധാരണമാണ് ഈ തവള. രണ്ടാമത്തെ പറക്കുന്ന തവള എന്ന് പറയുന്നത് ഫോൾസ് ഗ്ലൈഡിംഗ് ഫ്രോഗ് അല്ലെങ്കിൽ ആനമല ഗ്ലൈഡിംഗ് ഫ്രോഗ് എന്നാണ് പറയുന്നത്. അതിന് മലയാളത്തിലുള്ള പേരുകൾ അത്ര പ്രചാരത്തിലില്ല, എങ്കിലും പുള്ളി പച്ചിലപ്പാറ എന്നൊക്കെ പറയാറുണ്ട്. ഇതിനെ സാധാരണ കാണുന്നത് നമുക്ക് പശ്ചിമഘട്ടത്തിലെ ഒരു ഗ്യാപ്പ് ഉള്ളത് നിങ്ങൾക്ക് അറിയാമോ? പാലക്കാട് ഗ്യാപ്പ് എന്ന് പറയും. പാലക്കാട് സൈലന്റ് വാലിയുടെയും നെല്ലിയാമ്പതിയുടെ ഒക്കെ ഇടയ്ക്കായിട്ട് വലിയൊരു 32 കിലോമീറ്ററുള്ള വലിയൊരു ഗ്യാപ്പുണ്ട്. അപ്പോൾ അതിന് തെക്കോട്ടുള്ള സ്ഥലത്താണ് ഇതിനെ സാധാരണ കാണുന്നത്. അപ്പം സൗത്ത് ഓഫ് പാലക്കാട് ഗ്യാപ്പിനാണ് ഇതിനെ കാണാറുള്ളത്. 900 മീറ്റർ മേലോട്ടുള്ള മലനിരകളിലും കാടുകളിലൊക്കെയാണ് ഈ തവളകളെ കാണുന്നത്. നമ്മുടെ നാട്ടിലുള്ള മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ് അല്ലെ പച്ചിലപ്പാറാനായിട്ട് ഇത് എങ്ങനെ വ്യത്യസ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ഈ കൈവിരലുകളൊക്കെ ചുവപ്പ് നിറത്തിന് പകരം ഒരു ചെറിയ മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ നിറമില്ലാത്ത രീതിയിലൊക്കെയാണ് ഇതിനെ കാണുന്നത്. ഒരുവിധപ്പെട്ട എല്ലാ അഡൽട്ട് ഇൻഡിവിജ്വലിന് മേളിൽ കൂടെ ചിലപ്പോൾ ഒരു ബ്രൗണോ ഡാർക്ക് കളറുള്ള ചെറിയ വരകൾ ഇതിന് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ജൂനൈൽസിനൊക്കെ ഇത് വളരെ പ്രോമിനൻ്റ് ആണ്. ഇതാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ്. നമ്മുടെ പച്ചിലപ്പാറാനെ പോലെ മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗിനെ പോലെ തന്നെയാണ് ഇതിൻ്റെ ബ്രീഡിംഗ് ബിഹേവിയർ ഒക്കെ. സാധാരണ ഈ ചായത്തോട്ടങ്ങളിലും അല്ലെങ്കിൽ കാപ്പിത്തോട്ടങ്ങളിലും ഒക്കെ ഉള്ള ചെറിയ കുളങ്ങളിലൊക്കെയാണ് ഇവർ ബ്രീഡ് ചെയ്യുന്നത്. കാടിനകത്തുള്ള സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള വാട്ടർ പൂളിലൊക്കെ ഒത്തിരി നമുക്കിതിനെ കാണാൻ പറ്റും. ഇതൊരു വളരെ റെയറായിട്ടുള്ളൊരു തവളയാണ്. നമ്മുടെ പച്ചിലപ്പാറ നമ്മുടെ മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗിനെ അപേക്ഷിച്ചിട്ട് അപൂർവമായിട്ടൊക്കെയാണ് ഇതിനെ കാണുന്നത്. കാണാനായിട്ട് ഒരു ബെസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് മൂന്നാറിൽ കുറേയേറെ സ്ഥലങ്ങളുണ്ട് ഇതിനെ കാണാനായിട്ട്. നമ്മുടെ കുറേ സുഹൃത്തുക്കൾ അവിടെ ഇതിനെക്കുറിച്ചൊക്കെ ടൂറൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അവരോടൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളുടെ ദേഹത്ത് നല്ല കറുത്ത കളറിലുള്ള വരകളൊക്കെ ഉണ്ട്. നമ്മുടെ മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗിൻ്റെ പച്ചിലപ്പാറാൻ്റെ കുഞ്ഞുങ്ങളിൽ പച്ച നിറത്തിൽ അതിൻ്റെ ദേഹത്തെല്ലാം കറുത്ത പുള്ളികളുള്ളതാണ്, കറുത്ത ഡോട്ട്. ഇതിൻ്റെ ദേഹത്ത് കറുത്ത വരകളാണ് അതിന് വരം. പച്ച നിറത്തിൽ ഇരുന്നിട്ട് കറുത്ത വരകളാണ്. ഭയങ്കര രസമാണ് ഇതിനെ കാണാനായിട്ട്. ഇനി മൂന്നാമത്തെ ഗ്ലൈഡിംഗ് ഫ്രോഗ്, അത് കലക്കാട് ഗ്ലൈഡിംഗ് ഫ്രോഗ് എന്നാണ് പറയുന്നത്. അത് കലക്കാട് ഗ്ലൈഡിംഗ് ഫ്രോഗ് എന്ന പേര് വരാൻ കാര്യം തമിഴ്നാട്ടിലുള്ള കലക്കാട് മുണ്ടൻതുറ ടൈഗർ റിസർവ് എന്നാണ് ഇതിനെ ആദ്യമായിട്ട് കണ്ടുപിടിച്ച് ഇതിൻ്റെ പേരിട്ടേക്കുന്നത്. അപ്പം ലാറ്റിൻ നെയിം അങ്ങനെയാണ്, റാക്കോഫോറസ് കലക്കാടൻസിസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതും അങ്ങ് അഗസ്ത്യമല മുതൽ ഈ പാലക്കാട് ഗ്യാപ്പ് വരെയാണ് ഇതിനെ കാണുന്നത്. ഇതും ഏകദേശം ഒരു 900 മീറ്ററിന് മേളിലോട്ടുള്ള മലനിരകളിലാണ് ഇതിനെ കാണുന്നത്. ഇതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്കിന് എനിക്കിപ്പോഴൊരു ഞാൻ ആദ്യം കണ്ടത് ഇത് മൂന്നാറിൽ വെച്ചിട്ടാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എന്നെ തവളകളെക്കുറിച്ചൊക്കെ പഠിപ്പിച്ച ഡോക്ടർ അനിൽ സക്കറിയ എൻ്റെ ഗുരുവിൻ്റെ കൂടെ ഞങ്ങൾ 3-4 പേരിങ്ങനെ കാട്ടിക്കൂടെ നടന്നു പോകുമായിരുന്നു. നടന്നു പോകുന്ന സമയത്ത് ഞങ്ങളൊരു ഏലത്തോട്ടത്തിനകത്തോട്ട് കയറി. ഏലത്തോട്ടത്തിൻ്റെ അകത്ത് നടക്കുന്ന സമയത്ത്
അവിടെ വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ മൂടിയൊന്നുമില്ല, ഒരു 5-6 അടി പൊക്കമുള്ള വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അറിയാൻ പറ്റി, കുറച്ച് ഞങ്ങളിങ്ങനെ കുലുക്കൊക്കെ നോക്കിയപ്പോഴത്തേക്കിന് ചെറുതായിട്ട് കുലുങ്ങുന്നുണ്ട്, ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം അൽസക്രിയ സാർ പറഞ്ഞടാ നീ ഇതിൻ്റെ അകത്ത് കയറി നോക്കാൻ പറഞ്ഞു. അപ്പം എന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ മേളിലോട്ട് ചാടി പിടിച്ച് കയറിയിട്ട് അകത്ത് കയറിയപ്പോഴത്തേക്കിന് ആദ്യം കണ്ട തവളയെന്ന് പറയുന്നത് ഈ കലക്കാട് ഗ്ലൈഡിംഗ് ഫ്രോഗ് വാട്ടർ ടാങ്കിനകത്തുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ അതിനെ പിടിച്ച് വെളിയിൽ കൊണ്ടുവന്ന് വെച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഓർക്കണമുണ്ട്, അന്നത്തെ ദിവസം തന്നെ രാത്രിയിൽ വേറൊരു കലക്കാട് ഗ്ലൈഡിംഗ് ഫ്രോഗ് ഒരു മരത്തിൻ്റെ മണ്ട ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മരത്തിൻ്റെ മണ്ടയിലോട്ട് ചാടി കയറിയിട്ട് ഇതിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് ഞാനിങ്ങനെ തുനിഞ്ഞ സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു അവിടെ മൂന്നാറിലൊക്കെ കാണുന്ന ഒരു പിറ്റ് വൈപ്പർ ഉണ്ട്, ലാർജ് സ്കെയിൽ പിറ്റ് വൈപ്പർ എന്ന് പറഞ്ഞാൽ. ആ പിറ്റ് വൈപ്പർ ഇങ്ങനെ അതിനെ പിടിക്കാനായിട്ട് തൊട്ടടുത്ത് ഏകദേശം ഒരു 1/2 മീറ്റർ അടുത്ത് ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുക. അപ്പോൾ തന്നെയാണ് ഞാൻ തവളയുടെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഈ പാമ്പിനെ കണ്ട് പെട്ടെന്ന് തന്നെ മരത്തിൻ്റെ മണ്ടെന്ന് ഒറ്റ ചാട്ടത്തിന് താഴെ വന്നത്. ഇതാണ് എനിക്ക് കലക്കാട് ഗ്ലൈഡിംഗ് ഫ്രോഗിനെ കുറിച്ചുള്ള ആദ്യത്തെ ഒരു എൻകൗണ്ടർ. അത് കഴിഞ്ഞ് കുറേ പ്രാവശ്യം ഇതിനെ കാണാൻ പറ്റിയിട്ടുണ്ട്. അഗസ്ത്യമലയിലൊക്കെ പോയ സമയത്ത് ഇതിൻ്റെ ബ്രീഡിംഗ് ഒക്കെ ഉണ്ട്. ഒരു ഫിമെയിലിൻ്റെ പുറത്ത് 5-6 മെയിൽസൊക്കെ ഇരുന്ന് അവരൊരുമിച്ച് മുട്ടയിടുന്നതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. കലക്കാട് ഗ്ലൈഡിംഗ് ഫ്രോഗ് സാധാരണ മുട്ടയിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലീഫ് ചൂസ് ചെയ്തിട്ട് ആ ലീഫിൻ്റെ മേളിലോ താഴെയായിട്ടോ മുട്ടയിടാറുള്ളൂ. മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗോ ആനമല ഗ്ലൈഡിംഗ് ഫ്രോഗോ ഒക്കെ അവർ ലീഫുകൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനത്തെ ഒരു സ്വഭാവം ഈ തവളകളിൽ ഒബ്സർവ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ മറ്റൊരു 2 പച്ചിലപ്പാറാമാരിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇത് സാധാരണ ബ്രൗൺ കളർ കണ്ടിട്ട് ഇതിൻ്റെ കണ്ണ് നല്ല ചുവപ്പ് നിറത്തിലിരിക്കും. ഇതിൻ്റെ ദേഹത്ത് പുള്ളികളോ വരകളോ ഒന്നും ഇല്ലാത്ത വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കുഞ്ഞാണ് ഇതിൻ്റെ. ഇനി 4ാമത്തെ ഗ്ലൈഡിംഗ് ഫ്രോഗ്, 4ാമത്തെ പറക്കും തവളത് വിങ്ഡ് ഗ്ലൈഡിംഗ് ഫ്രോഗ് അല്ലെങ്കിൽ സ്മോൾ ഗ്ലൈഡിംഗ് ഫ്രോഗ് എന്ന് പറയും, റാക്കോഫോറസ് ലാറ്ററാലിസ്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മറ്റ് തവളകളിൽ നിന്നും വ്യത്യസ്തമാണ്. ഇത് വയനാട്ടിലും കൂർഗിലും അങ്ങ് ഗൂഡല്ലൂർ വരെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് കാണുന്നത്. മറ്റു 3 ഗ്ലൈഡിംഗ് ഫ്രോഗുകളെ അപേക്ഷിച്ച് ഇത് സൈസ് വളരെ ചെറുതാണ്. മറ്റേതിൻ്റെയൊക്കെ പകുതിയൊക്കെ ഉള്ളൂ. ചെറിയ ഗ്ലൈഡിംഗ് ഫ്രോഗാണിത്. ഈ തവളകൾക്ക് നിറം മാറാനുള്ള കഴിവുകളുണ്ട്. സാധാരണ ഇത് പച്ച നിറത്തിലും ബ്രൗൺ നിറത്തിലുമാണ് കാണുന്നത്. ഞങ്ങളൊരിക്കൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബ്രൗൺ കളറിലുള്ള ഈ വിങ്ഡ് ഗ്ലൈഡിംഗ് ഫ്രോഗ് പെട്ടെന്ന് പച്ച നിറത്തിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ പച്ച നിറത്തിലോട്ട് കളർ മാറുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗും ആനമല ഗ്ലൈഡിംഗ് ഫ്രോഗും മുട്ടയിട്ട് കഴിഞ്ഞാൽ അവർ 2-3 ലീഫ് ഫോൾഡ് ചെയ്തിട്ട് വെക്കും. മുട്ട അതിൻ്റെ അകത്തായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ കലക്കാട് ഗ്ലൈഡിംഗ് ഫ്രോഗ് ഒരു സിംഗിൾ ലീഫിൻ്റെ മേളിൽ മുട്ടയിടുക, അല്ല അതിൻ്റെ ലീഫിൻ്റെ താഴെ മുട്ടയിടുകയാണ് ചെയ്യുന്നത്. അത് ലീഫ് ഫോൾഡ് ചെയ്ത് വെക്കാറില്ല. പക്ഷേ ഈ വിങ്ഡ് ഗ്ലൈഡിംഗ് ഫ്രോഗിൻ്റെ പ്രത്യേകത ഇതൊരു ചെറിയ തവളയാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ചെറിയ തവളയായതുകൊണ്ട് ഇവരൊരു സിംഗിൾ ലീഫ്, ചെറിയ ലീഫിൻ്റെ അകത്ത് മുട്ടയിട്ട് വളരെ കുറച്ച് മുട്ടകളെ കാണുള്ളൂ. ആ മുട്ടയിട്ടിട്ട് അത് ഈ ലീഫ് അവർ ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഈ സിംഗിൾ ലീഫ് ഫോൾഡിംഗ് എന്ന് പറയുന്ന ഈ വിങ്ഡ് ഗ്ലൈഡിംഗ് ഫ്രോഗിൻ്റെ ഒരു യുണീക്കായിട്ടുള്ള ബ്രീഡിംഗ് ബിഹേവിയറാണിത്. ഈ വിങ്ഡ് ഗ്ലൈഡിംഗ് ഫ്രോഗിൻ്റെ കുഞ്ഞുങ്ങളെ കാണാനും ഭയങ്കര രസമാണ്. നമ്മുടെ പച്ചിലപ്പാറാൻ്റെ കുഞ്ഞുങ്ങൾ അറിയാമല്ലോ, കറുത്ത പൊട്ടുകൾ, പച്ച കളറിൻ്റെ അകത്ത് കറുത്ത പൊട്ടുകൾ ദേഹത്ത് മൊത്തമുണ്ട്. പക്ഷേ വിങ്ഡ് ഗ്ലൈഡിംഗ് ഫ്രോഗിൻ്റെ കുഞ്ഞുങ്ങളും ഇതുപോലെ കറുത്ത പൊട്ടുകളുണ്ട്. പക്ഷേ അതിൻ്റെ സൈഡിൽ കൂടെ 2 മഞ്ഞ വരകളുണ്ട്. അത് ഇതിന് മാത്രമായിട്ടുള്ളതാണ് വിങ്ഡ് ഗ്ലൈഡിംഗ് ഫ്രോഗിൻ്റെ കുഞ്ഞുങ്ങൾ. അത് കണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഇതിനെ തിരിച്ചറിയാൻ പറ്റും നമുക്ക്. തവളകളുടെ പ്രധാന ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ പാമ്പുകളാണ്. ഞങ്ങൾ കുറേ പ്രാവശ്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. മലബാർ പിറ്റ് വൈപ്പർ, പിന്നെ നമ്മുടെ നാട്ടിലുള്ള വൈൻ സ്നേക്ക്, ഇവരൊക്കെ ഈ ഗ്ലൈഡിംഗ് ഫ്രോഗ്സിനെ പിടിച്ച് തിന്നുന്നത്. പിന്നെ കുറേയേറെ പക്ഷികൾ ഇതിനെ പിടിച്ച് കഴിക്കാറുണ്ട്. ഹോൺബില്ല് ഇതിനെ പിടിച്ച് തിന്നാറുണ്ട്. ചെമ്പോത്ത് അല്ലെങ്കിൽ ഉപ്പൻ എന്ന് പറയുന്ന പക്ഷി ഇതിനെ പിടിച്ച് തിന്നാറുണ്ട്. വേറൊരു കാര്യം, ഞങ്ങളുടെ ഒരു സുഹൃത്തായ PK ഉത്തമൻ എന്ന് പറഞ്ഞൊരു സാറുണ്ട്, പക്ഷികളെക്കുറിച്ച് പഠിക്കുന്ന അദ്ദേഹം, ഈ ചേഡൻസ് ബാസ എന്ന് പറയുന്ന പക്ഷികളുടെ നെസ്റ്റിംഗ് സമയത്ത് ഈ പക്ഷി പോയിട്ട് ഏറ്റവും കൂടുതൽ അതിന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് പിടിക്കുന്നത് ഈ മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ്. പകൽ സമയത്ത് പോയിട്ട് ഇവർ മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗിൻ്റെ ഇലയുടെ അടിയിലും അതിൻ്റെ മേളിലൊക്കെ ഇരുന്ന് ഉറങ്ങുന്ന സമയത്ത് ഈ ചേഡൻസ് ബാസ് പോയിട്ട് ഇതിനെ പിടിച്ച് കൊണ്ടുപോയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതായിട്ട് അദ്ദേഹം കുറേയേറെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഉപരിയായിട്ട് ഈ തവളകൾ നേരിടുന്ന പ്രശ്നമെന്ന് പറയുന്നത് ക്ലൈമാറ്റിക് ചേഞ്ചാണ്. കാരണം ഇവിടെ ഞാൻ കുറേ പ്രാവശ്യം ഒബ്സർവ് ചെയ്തിട്ടുള്ള തവളകളൊക്കെ മുട്ടയിട്ട് കഴിയുമ്പോഴത്തേക്കിനും അവർക്ക് തുടർച്ചയായിട്ട് മഴ വേണം, മോയ്സ്ചർ വേണം. അപ്പോൾ മുട്ടയിട്ട് കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങൾക്ക് തുടർച്ചയായിട്ട് മഴയില്ലെങ്കിൽ ഈ മുട്ടകളൊക്കെ ഉണങ്ങിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഒരു പ്രശ്നം ഇവർ നേരിടുന്നത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇപ്പം കാവുകളൊക്കെ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. കുറേയേറെ മരങ്ങളുള്ള സ്ഥലത്ത് ട്രീ ഫ്രോഗ്സ് ആണിത്. അപ്പം ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലോട്ട് സഞ്ചരിച്ചേ പറ്റുള്ളൂ. ഇവർ നിലത്തോടെ ഇങ്ങനെ ഓടിപ്പോകാൻ പറ്റില്ല മറ്റു തവളകളെ പോലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ വംശനാശം നേരിടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇതൊക്കെയായിരുന്നു നമ്മുടെ പറക്കും തവളകളെ കുറിച്ചുള്ള വിശേഷങ്ങൾ. ഇനിയും നമ്മുടെ പശ്ചിമഘട്ടത്തിൽ കുറേയേറെ യുണീക്കായിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേയേറെ തവളകളുണ്ട്. അവരുടെയൊക്കെ കഥകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതിൽ കമൻറ്റിൽ അറിയിക്കുക. കീപ് വാച്ചിങ്. താങ്ക് യു സോ മച്ച്.